സോ കലിയുഗം 2064 ഇതൊരു അപ്പോക്കലിപ്റ്റിക് സർവൈവൽ ത്രില്ലർ ജേണൽ വരുന്നൊരു സിനിമയാണ്. സോ ഒരു 5 വർഷം 6 വർഷം മുമ്പ് എന്തോ റിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു സിനിമയാണ് ഈ ഒരു കലിയുഗം 2064. പിന്നെ എന്തോ കാരണങ്ങളൊക്കെ കൊണ്ട് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു അപ്പോക്കലിപ്റ്റിക് വേൾഡ്, അതും എക്സ്പെഷ്യലി ഒരു വേൾഡ് വാർ 3 കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അപ്പോക്കലിപ്റ്റിക് വേൾഡ്. സോ അവിടെ ജനങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രമാണ് ഭക്ഷണം കിട്ടുന്നത്, ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഭക്ഷണം കിട്ടുന്നില്ല. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ അവർക്ക് ഭക്ഷണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പോരാടുന്ന ആൾക്കാർ. സോ ഫൈനലി ഇവർക്കൊക്കിടയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ സർവൈവ് ആയി പോവുക, ഇവരുടെ സർവൈവൽ രീതികൾ എന്തൊക്കെയാണ്, സോ അവർ എവിടെയാണ് ഒളിച്ച് താമസിക്കുന്ന ഒരു ജീവിതം, അവർക്കിടയിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു സിനിമയാണ്. സിനിമ ആദ്യത്തെ ഒരു മണിക്കൂറോളം വേഴ്സ്റ്റായിട്ടാണ് പോകുന്നത്. സോ അതിനുശേഷം ഉള്ള സമയങ്ങളൊക്കെ തന്നെയാണ് സിനിമയിൽ ടോട്ടലായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ മൊത്തം ഓവറാൾ നോക്കുമ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇന്ത്യൻ സിനിമയിൽ വളരെ രസകരമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ലോ ബഡ്ജറ്റ് മൂവി ആയതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ള കാഴ്ചകളുടെ പോരായ്മകളൊക്കെ തോന്നും. അതൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് രസകരമായിട്ട് സെക്കൻഡ് ഹാഫ് പോകുന്നുണ്ട്. മൊത്തത്തിൽ ഒരു 5 റേറ്റ് കൊടുക്കാവുന്നൊരു സിനിമയാണ് കലിയുഗം 2064. സിനിമ നടക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും യുദ്ധങ്ങൾ. അത് ഭയങ്കര ഒരു യുദ്ധമായിട്ട് മാറിയാൽ പിന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിൽ എഴുതുക. സോ ഇത്രയാണ്.